ടൂറിന്റെ എൻജോയ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് സ്യൂട്ടായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലെങ്കിൽ ആ ടൂർ നമ്മൾ പ്ലേസ് ചെയ്തു ആയിക്കൊള്ളട്ടെ. എത്ര നല്ല സ്ഥലമാണെങ്കിലും നമുക്ക് ഒട്ടും ചേരാത്ത കുറെ ഫ്രണ്ട്സ് മീൻസ് ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അത് ബോറായിരിക്കും. ഓരോരുത്തരും പറഞ്ഞു ഈ ടൂർ റിയലി എൻജോയ് ചെയ്തെന്ന്. എന്താ കാരണം? വേറെ ഓൾ ബിഗ് ഫാമിലി. നമ്മളൊരു വലിയൊരു ഫാമിലിയിലായതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ എൻജോയ്മെന്റ് വരില്ല. ഇവിടെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വൈഫ് പറഞ്ഞോട് വന്നു, പക്ഷെ എനിക്ക് ഒന്ന് കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. ഇവിടെ വൈഫ് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്താ കാരണം? അന്നത് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിലല്ല, ജസ്റ്റ് ആരെങ്കിലും വരുന്നു, ജസ്റ്റ് കാണുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഓരോ മൂമെന്റ് വി ആർ എൻജോയിങ്, എവറി മൂമെന്റ്, ഈച്ച് ആൻഡ് എവറി മൂമെന്റ് വി ആർ എൻജോയിങ്. കാരണം RCM ഈസ് എ ലൈഫ് ലോങ് സെലിബ്രേഷൻ. ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ലൈഫ് ലോങ് സെലിബ്രേഷൻ ആഘോഷമായിട്ട് മാറ്റാൻ നമുക്ക് RCM സാധിക്കും. എന്നും ആഘോഷങ്ങളാണ്, ഓരോ പ്രോഗ്രാമുകളും ആഘോഷങ്ങളാണ്. ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന ആഘോഷങ്ങളാണ്, എവരിഡേ പ്രോഗ്രാം. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് ഫാമിലീസ് ഈ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഓരോ പ്രോഗ്രാമിലും നിങ്ങൾ ഒരുമിച്ച് പോവുക. നിങ്ങളുടെ ബിസിനസ് ട്രിപ്പിൾ സ്പീഡിൽ പോകും. ട്രിപ്പിൾ സ്പീഡിൽ, 3 മടങ്ങ് സ്പീഡിൽ പോകും. കാരണം ഹസ്ബൻഡും വൈഫും കൂടി ചെന്ന് ഒരു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോ എന്ന് പറയാൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കുടുംബമില്ല. റൈറ്റ്? അപ്പോ മിസ്സിസ് ശശീല എനി നിങ്ങളോട് സംസാരിക്കും. ശശീല, വൈഫ് ഓഫ് ജയപ്രകാശ്. JP കാലിക്കറ്റ്. യെസ്. അതായത് ഇൻകം ടാക്സ് സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ചില്ലറക്കാരിയല്ല. സെയിൽസ് ടാക്സ് നമുക്ക് എന്നെ പേടിയോ പൊതുവെ. അപ്പൊ മാഡം ആദ്യമായിട്ടാണ് മൈക്ക് പിടിച്ച് ചെയ്യുന്ന മിനിഞ്ഞാന്ന് കറുകുറ്റി അവിടെ. പക്ഷെ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ, അടിപൊളിയായിട്ട് സംസാരിച്ചു. മാഡം കൂടി കയറുന്നത് നീളം കുറവുണ്ട്. യുവർ വ്യൂസ്, യുവർ ഒപ്പീനിയൻ, യുവർ സജഷൻസ് ആൻഡ് യുവർ പ്ലാനിങ് പ്ലീസ്. നമസ്കാരം, എൻ്റെ പേര് ശശില. കോഴിക്കോടുള്ള റോയൽറ്റി ഗോൾഡ് അച്ചീവർ ജയപ്രകാശിന്റെ ഭാര്യയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും, ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ചെയ്യുമെന്ന് ഉറപ്പ് നൽകും. യാത്ര രസകരമായിരുന്നു. പക്ഷെ മക്കളില്ലാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ടായി. അടുത്ത തവണ മക്കളെ കൂട്ടി. അതെ. JRCM. എന്റെ പേര് ചന്ദ്രൻ, വടക്കാഞ്ചേരിയാണ്. എന്തായാലും നമ്മള് അടിച്ചു പൊളിച്ചു അല്ലേ? ശരിയല്ലേ? ഇത്രയും നല്ലൊരു അവസരം, ഇത് അവസരങ്ങളാണ് RCM നമുക്ക് ഒരുക്കി തന്നത്. RCMന് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. പൈസ ഉണ്ടെങ്കിലും നമ്മള് നിയന്ത്രണങ്ങൾ ഉണ്ടാവും അല്ലേ? ഓരോ ഭാഗത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ടൂർ പോകാനൊക്കെ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഒരു അവസരം നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ പൈസ ഒന്നും നോക്കാറില്ല ഇല്ലേ ബാബുസാറേ? ഗാങ്ടോക്ക് വരെ ഞങ്ങൾ പോയി, പക്ഷെ നല്ല ചെലവുണ്ടായിരുന്നു. പക്ഷെ കമ്പനി നന്നായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. പക്ഷെ അവിടേക്ക് എത്താനുള്ള അവസരം ഒരുക്കി തന്നത് RCM തന്നെയാണ്. ഒരിക്കലും നമുക്ക് RCMനെ ഒരു കാരണവശാലും ഒന്നും പറയാൻ സാധിക്കില്ല. നല്ലത് തന്നെ, പോസിറ്റീവ് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പാട്ട് പോലും കേൾക്കാറില്ല, അങ്ങനത്തെ ആളായിരുന്നു. ഇപ്പൊ ഞാൻ പാട്ടല്ല, പാട്ട് പാടും, കേൾക്കും, ഡാൻസ് ആടും. അതായത് നമ്മള് എന്തൊക്കെയോ ആയി. പിന്നെ കയ്യ് ഷർട്ട് ഇടുന്ന സമയത്ത് കൈ ഞാൻ മുട്ടിന് മേലെ മടക്കി വയ്ക്കുന്ന ഒരാളായിരുന്നു. എനിക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഇൻസൈഡ് ചെയ്യാനും ഫുൾ കൈ ഷർട്ട് ഇടാനും വളരെയധികം വിഷമമായിരുന്നു. പക്ഷെ എല്ലാം നമ്മളത് എന്താ പറയാ, ഒക്കെ ജീവിതത്തിലേക്ക് പലതും, ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്. അത് നമ്മൾ പലതും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും നമ്മൾ നേടിക്കഴിഞ്ഞു, ഇനി നേടാൻ എടുക്കുകയാണ്. അപ്പോ നേട്ടങ്ങളേറെയാണ്. നമ്മള് RCMന്റെ കൂടെ ഉണ്ടായാൽ മതി, എല്ലാം നമുക്ക് കിട്ടും. ശരിയല്ലേ?
JRCM, good RCM. വ്യക്തിക്ക് RCM കൂടെ എന്തും നേടാൻ കഴിയും. അത് എന്റെ ഗുണമല്ല, RCMന്റെ ഗുണമെന്നാണ് TCG പറഞ്ഞത്. ഇത് എനിക്ക് മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിൽ ആദ്യമായിട്ട് TCG എന്റെ കാരണമാണ് ഞാൻ കൊണ്ടുപോയി. അതെനിക്ക് അഭിമാനിക്കാം. അപ്പോ ഞാൻ ഈ RCMൽ വന്നതിന് ശേഷം ഞാൻ ഏത് സമയവും പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നുള്ളൂ. പക്ഷെ അത് ഇന്നലെ തൊട്ട് അത് 10 മടങ്ങ് 1000 മടങ്ങ് കൂടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഈ നല്ല അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. RCMൽ വൻ നേട്ടങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. എന്റെ പേര് വിജയശ്രീ സുരേഷ് ബാബു. ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഫ്രം കോഴിക്കോട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നന്നായി എൻജോയ് ചെയ്തു. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനായി. ക്ഷമയാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് അവിടെ ഭക്ഷണം കിട്ടാതെ എല്ലാം ഈ ഇത്രയും ദിവസം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ക്ഷമയാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനിയും RCMൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് RCM. ഗുഡ് RCM. എന്റെ പേര് സൽമ ഹേമന്ത്, എറണാകുളം. നന്നായിരുന്നു. പിന്നെ സാറിന് കയറാൻ പറ്റിയില്ല, അതിന്റെ ഒരു വിഷമമുണ്ടായി. ഗുഡ് RCM, JRCM. എൻ്റെ പേര് ബ്രിജിത് ബാബു. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ RCMലേക്ക് വന്നത്. കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. ഇപ്പം ഞങ്ങൾ നല്ല ആക്റ്റീവായിട്ട് RCM ചെയ്തു വരുന്നു. എനിക്ക് വിഷമമുണ്ട്. ഇപ്പൊ മകളുടെ കുട്ടിയെ നോക്കണോണ്ട് എനിക്ക് ചേട്ടൻ്റെ കൂടെ എങ്ങും പോകാൻ സാധിക്കുന്നില്ല. അതൊരു വിഷമമുണ്ട്. പിന്നെ നല്ലൊരു പൊസിഷനിലാകാനുള്ളൊരു ആഗ്രഹം. പിന്നെ ഇന്നലത്തെയും ഞങ്ങള് ബോട്ടിങ്ങും ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ MDയുടെ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്തിരുന്നാണ്. പക്ഷെ എനിക്ക് അതിന്റെ ഭാഷ അറിയാമോ, സാറിനോട് സംസാരിക്കുന്ന ഭാഷ അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒന്നും ചോദിക്കാനോ പറയാനോ അറിയില്ലായിരുന്നു. എന്നാലും ഞങ്ങള് സാറിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ആണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾ എറണാകുളത്ത് ജനിച്ചു വളർന്നതാണെങ്കിൽ പോലും ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും ഇതുവരെ ഞങ്ങൾക്ക് വരാനെത്തിയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് വളരെ സന്തോഷം. എന്നാലും നമുക്ക് എല്ലാത്തിനും കയറാനുള്ള ഇതുണ്ടായിരുന്നില്ല. എങ്കിലും ഇനിയും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പിള്ളേര് കൂടെ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇനി വരുമ്പോൾ എല്ലാവരും കൂടെ വരാനുള്ളൊരാഗ്രഹം. JRCM. നമസ്കാരം. ഗുഡ് RCM, JRCM. മേരെ ചാർജ്. എൻ്റെ ഒരു ബാബു. ഞാൻ ഒരു 10-22 വർഷത്തോളം KSCB ജോലി കഴിഞ്ഞിട്ട് RCM ഫുൾ ടൈമായിട്ട് ചെയ്തിരുന്നു. 2007 RCMൽ വന്നു. പാർട്ട് ടൈമായിട്ട് ചെയ്ത് ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തി. ഇനി അടുത്ത മാസം രാജ സാർ പറഞ്ഞല്ലോ, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ടെക്നിക്കൽ, ഈ മാസമാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വിട്ടുപോയാലും അടുത്ത മാസം എന്തായാലും ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമയം തീരെ ഇല്ലാതെ വന്നതുകൊണ്ടാണ് അടുത്ത പൊസിഷനിലേക്ക് എത്താൻ പറ്റാതെന്ന്. എന്നാലും നമ്മുടെ അസോസിയേറ്റ് ടീമിന് നല്ല പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെല്ലാം കൂടി നല്ലൊരു അച്ചീവർ ആക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അച്ചീവർ ആകണം എന്നാഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2007 ശേഷം പലപ്പോഴും അച്ചീവ്മെൻറ്റിൽ മൈസൂർ മുതൽ ഗവർണർ സാറിൻ്റെ ഒപ്പം അതുപോലെ സുരേന്ദ്രനാഥ് സാറിൻ്റെ ഒപ്പം ഒക്കെ മൈസൂർ സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം മുതൽ ഈ സ്റ്റാർ ആൻഡ് എബോവ് അച്ചീവേഴ്സിൻ്റെ പ്രോഗ്രാമിൽ നമുക്ക് പലപ്പോഴും ന്യൂ ഇയർ സെലിബ്രേഷന് പോകാൻ പറ്റിയിട്ടുണ്ട്. ബന്ദിപ്പൂരായാലും അതുപോലെ ഉടുപ്പിയിലായാലും എല്ലാം പോകാൻ കഴിഞ്ഞിരുന്നു. അതെല്ലാം
RCM വന്നതുകൊണ്ടുള്ള ഭാഗ്യമാണ് ഇന്ത്യയിൽ പല ഭാഗത്തും പോകാൻ പറ്റിയത്. സാജിദ മാഡം പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ RCM ആണ്. അങ്ങനെ എന്തും നമുക്ക് തരാൻ തയ്യാറായിട്ടുള്ള, തരാൻ കരുത്തുള്ള, കഴിവുള്ള, അതിനോട് ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്ന് 100% വിശ്വസിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ RCM പ്രസ്ഥാനം. അതോടെ തന്നെ നമ്മുടെ MD എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ MDനെ കുറിച്ച്. ഇപ്പോൾ കാണാത്ത പലരും കണ്ട് കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ മണ്ണിലൂടെ നടന്നുകൊണ്ട് നമുക്കെല്ലാം ആവേശം തന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് നമിക്കാം. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം വളരെ സത്യസന്ധമായി സജീവമായിട്ടും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമുക്ക് വർക്ക് കാര്യക്ഷമമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതോടെ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. JRCM ഞാനൊരു 2 വരി പാട്ടും കൂടി പാടി നിർത്താം. ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ഗുഡ് RCM. നമസ്കാരം. എൻ്റെ പേര് ബാലകൃഷ്ണൻ, വടക്കാഞ്ചേരി. ഗവൺമെൻറ് സർവീസിലായിരുന്നു. പാർട്ട് ടൈമായിട്ട് 10 വർഷമായിട്ട് ചെയ്തു വരുന്നു. 1.5 വർഷമായിട്ട് വളരെ ഫുൾ ടൈം നന്നായി ചെയ്യുന്നു. TCGയിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങാൻ കഴിഞ്ഞതിന് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ഫാമിലിയോടൊപ്പം അതിലേറെ സന്തോഷമെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ, ഇന്ത്യയിലൊട്ടാകെ വളരുന്ന ഈ സിസ്റ്റത്തിൽ ഞാൻ വളരെ നന്നായി ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ നാട്ടുകാർക്കൊന്നും ഇതറിയില്ല. ഇന്നലത്തെ പ്രോഗ്രാമിൽ 100ഓളം ആളുകളാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അവർ മുഖാന്തരം എന്നെ അവിടെ ഉയർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു അതാണ് വളരെ സന്തോഷകരമായൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഈ യാത്രയിൽ മറ്റു ധാരാളം ഇന്ത്യയിലോട്ട് RCM വഴിക്ക് ഒരുപാട് യാത്രകളൊക്കെ എനിക്ക് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട്. ലീഡേഴ്സിൻ്റെ ഒപ്പം, വലിയ വലിയ ആളുകളോടൊപ്പം ധാരാളം ഇന്ത്യയിലൊട്ടാകെ. അന്നൊന്നും ഫാമിലി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ ആ വിഷമം ഇതിൽ തീർന്നു എന്നുള്ളതാണ്. എൻ്റെ മോളെ വൈഫൊക്കെ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടി ഇത് എന്താണ് ലോകം എന്നുള്ളത് ഒരു ഉൾക്കാഴ്ച ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. രണ്ടാമതൊന്ന്, എന്നോടൊപ്പം 2 നല്ല ഫാമിലീസ് വടക്കാഞ്ചേരി എന്നുള്ള ആ ഫാമിലിയിൽ കൂടിയായിരിക്കും RCM ഇനിയും വടക്കാഞ്ചേരി വളരാൻ പോകുന്നത്. അത്രയും നല്ല ഫാമിലീസാണ് എൻ്റെ കൂടെ. RCM എന്താണെന്ന് മനസ്സിലാക്കിയ 2 ആൾക്കാർ. അപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് എനിക്കും വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഡോക്ടർ രാജനൊക്കെ ജന്മനാട്ടിൽ അറിയപ്പെടാൻ പോകുന്നുള്ളൂ, ഞങ്ങളിൽ കൂടി അറിയപ്പെടും. എല്ലാവർക്കും ഗുഡ് RCM, JRCM. നാടും വീടും മറന്ന് ഇന്ന് നമ്മൾ ഒരു ബസ്സിൽ ഇങ്ങനെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് യാത്ര ചെയ്യുന്നു. അതിൻ്റെ സൗഭാഗ്യം കിട്ടിയത് RCM അല്ല. നാളത്തെ പ്രവർത്തനത്തിലും പ്രചോദനമായിട്ട് എനിക്ക് എൻ്റെ ബന്ധു കൂടിയായ ശ്രീ രാജൻ ഡോക്ടർ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ ഗ്രേറ്റ് ലീഡേഴ്സ്, നിങ്ങളോടൊപ്പം നിങ്ങളെല്ലാം എനിക്ക് മാതൃകയാണ്. ഞാൻ ഫീനിക്സ് മഷിയെ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് RCM. മുന്നേ സാറിനിട്ട് എൻ്റെ പേര് രജു, വടക്കാഞ്ചേരിയാണ് വീട്. ഞാൻ RCMൽ സ്റ്റാർ എന്നുള്ള ഒരു ലെവൽ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ടൂറുകൾ ഞാൻ പോയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലി ആയിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ്. ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ, താജ്മഹൽ കണ്ടിട്ടുണ്ട്, കുത്തബ് മിനാർ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്ര ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇതുവരെ ഉണ്ടായില്ല. എല്ലാം ഒരു ഫാമിലി പോലെ, എല്ലാം എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും മക്കളെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് രാജൻ സാറിനോടാണ്. രാജൻ സാറിലായാലും ഞാൻ ഒന്നും ആവില്ലായിരുന്നു, എനിക്കറിയാം. എനിക്ക് എന്തിനും എല്ലാ കാര്യത്തിനും പ്രചോദനമായിട്ട് സാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇതുപോലെ അവസരങ്ങൾ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. JRCM. ഇത് എന്താ പറയാ, നമ്മള് എന്തിനാ വന്നിരിക്കുന്നത് RCMല്? മറുപടി വരുന്നില്ല. വിജയിക്കാൻ അല്ലെ? എങ്ങനെ വിജയിക്കാൻ? ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, സമ്പത്തിനെ നിലനിർത്തിക്കൊണ്ട്,
സമൂഹത്തില് ഉന്നതി നേടാൻ അല്ലെങ്കിൽ സമൂഹത്തില് നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പണമുള്ളവന് തന്നെയാണ് പേരും പ്രശസ്തിയുള്ളൂ അല്ലെ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പണമില്ലാത്തവൻ അറിയാം. അപ്പൊ ആ ഒരു അവസ്ഥ വരരുത്. കാരണം ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഞാനൊരു ഒരുപാട് കാലം മുന്നേ RCM അസോസിയേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഇന്നൊക്കെ ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നല്ലാതെ അതിനെ സീരിയസ് ആയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് റിസൾട്ട് RCM കൊണ്ടുണ്ടായിട്ടുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCM വിടാതെ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മുന്നായിട്ട് എനിക്ക് കുറച്ച് പ്രതിസന്ധികൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുമെന്നുള്ള ഒരു മുൻധാരണ എനിക്ക് വന്നു. അത് സത്യമാണ്. എൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സാമ്പത്തിക ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ തരണം ചെയ്യണം. ഞാൻ പറഞ്ഞു നേരത്തെ, പ്രതിസന്ധിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതിസന്ധിനെ പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് എന്ത് ജോലി അത് RCM വളരെ ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എന്നിലൂടെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. കാരണം വെച്ചാൽ ഓഗസ്റ്റ് തീരുമാനം എടുത്തു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ സ്റ്റാർ, അതായത് സ്റ്റാർ ഗോൾഡ് അല്ലെ, സ്റ്റാർ ഗോൾഡ് റോയൽറ്റി, ഫസ്റ്റ് സ്റ്റേജ് റോയൽറ്റി. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല RCM എങ്ങനെ എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചു. കാരണം RCM പ്രോഡക്റ്റ് സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തതിന്റെ പ്രശ്നമുള്ളൂ എന്നുള്ളത് എനിക്ക് അപ്പോൾ ബോധ്യപ്പെട്ടു. ഇന്നത്തെ 4 ദിവസത്തെ പ്രോഗ്രാമിലൂടെ അപ്പൊ എന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ നിന്നുള്ള ഓരോ മിനിറ്റും ഞാൻ RCMലൂടെ തന്നെയാണ് സഞ്ചരിക്കുക. RCMലൂടെ എന്താ പറയുക, RCM മുൻപ് ലീഡേഴ്സ് പറയുന്ന, മൂർത്തി സാറ് പറയുന്ന മാതിരി RCM എന്ത് പറഞ്ഞാലും RCM എന്ന നാവിൽ വരുന്ന ഒരു ദിവസം അന്ന് വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം വെച്ചാൽ ഇന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞാൻ RCM അത് തന്നെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒപ്പം വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, പിന്നെ ഞാൻ അധികം നീട്ടുന്നില്ല. എൻ്റെ വൈഫിന് 2 വാക്ക് പറയാനായിട്ട്. ഷൺമുഖന്റെ വൈഫാണ്. പിന്നെ രാജു സാറ് ഇപ്പോൾ ടീച്ചറാണ്. സാറേ മയക്ക പിടിക്കാനുള്ള ധൈര്യം വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചേക്കാട്ടിലും ഇല്ല, അങ്ങനെയല്ല, നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. എല്ലാവരെയും നല്ല എന്താ പറയാ, പരിചയമില്ലാത്തവരോട് കൂടെ ഒരു ട്രിപ്പ് പറഞ്ഞ നമുക്ക് സാറ് പറഞ്ഞിരുന്നു. അത് ഞാൻ വളരെ എൻജോയ് ചെയ്തു. പരിചയമില്ലാത്തവരെ നമ്മൾ പരിചയപ്പെട്ട് എൻജോയ് ചെയ്തു. നമുക്ക് മിക്കവാറും എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരിക്കണം. കാരണം ഇത് നമ്മുടെ സെലിബ്രേഷന്റെ ലാസ്റ്റ് നൈറ്റ് ആണ്. നമ്മൾ കൂടുതൽ സാറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന നാളെ മോർണിംഗ് ഒരു വർഷാറിന്റെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ലഞ്ച് കഴിച്ച് നമ്മൾ മനോഹരമായിട്ട് പിരിയും. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.